കേരളത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പ്രതിപക്ഷ നേതാവ് നടത്തിയ ശ്രമം അപലപനീയമാണ്. ന്യൂനപക്ഷ വർഗീയതയോ ഭൂരിപക്ഷ വർഗീയതയോ പ്രോത്സാഹിപ്പിച്ച് വോട്ട് പിടിക്കാൻ വേണ്ടി UDF എന്ന് നടത്തുന്ന തരംതാണ രാഷ്ട്രീയമാണ് കേരളത്തിൽ വർഗീയത വളർത്തുന്നത്. കാസർകോടും മലപ്പുറത്തും ജയിച്ചവരുടെ പേര് നോക്കിയാൽ മതിയെന്ന സജി ചെറിയാന്റെ വർഗീയ പരാമർശം കേരള രാഷ്ട്രീയത്തിൽ ആളിക്കത്തുകയാണ്. പറഞ്ഞ വാക്ക് മാറ്റാൻ മന്ത്രി തയ്യാറല്ല. മറിച്ച് വിഷയത്തിൽ ന്യായീകരണം ഉയർത്തുകയാണ് സജി ചെറിയാൻ. ഈ പറഞ്ഞ BJP ജയിച്ച ആളുടെ പേരും ഈ പറഞ്ഞ ലീഗ് ജയിപ്പിച്ച ആളുടെ പേരും നിങ്ങൾ വായിക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതിലെന്ത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഏതാണ്ട് പ്രത്യേക മതവിഭാഗത്തിന്റെ പേര് വായിക്കാൻ അങ്ങനല്ലേ പറഞ്ഞത്? മുസ്ലിം മേഖലയിൽ ലീഗ് ജയിക്കുന്നു, ഹിന്ദു മേഖലയിൽ BJP ജയിക്കുന്നു, മതേതരവാദികളായ CPM സ്ഥാനാർത്ഥികൾ തോൽക്കുന്നുവെന്നാണ് മന്ത്രിയുടെ കണ്ടെത്തൽ. മതേതരത്വം പറയുന്ന ഞങ്ങൾക്ക് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റും കിട്ടിയില്ലെന്നാ പറഞ്ഞത്. മതേതരത്വം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അവിടെ ജയിക്കണ്ടേ, ഒരു സീറ്റ് ജയിക്കണ്ടേ? ഞങ്ങൾ ജയിക്കാഞ്ഞപ്പോൾ അവിടെ ജയിച്ചത് ലീഗിന്റെ പിന്തുണ കൂടി കോൺഗ്രസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അല്ലെ, ലീഗാണ് ജയിച്ചത്. കാസർകോട് മലപ്പുറം സീറ്റുകളിൽ കണക്കും നിരത്തുകയാണ് മന്ത്രി. ജാതി രാഷ്ട്രീയം പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ആളുകൾക്ക് കൂടുതൽ സഹായകരമായ നിലപാട് വരുന്നു. 22 സീറ്റ് ലീഗിന് കിട്ടിയതും 12 സീറ്റ് BJP കിട്ടിയതും ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റി കേരളത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ ലീഗ് ജയിച്ചത് വർഗീയ വോട്ട് കൊണ്ടാണോ എന്ന ചോദ്യത്തിന് ക്ഷുഭിതനാകുന്നു സജി ചെറിയാൻ. ഞാൻ വ്യക്തമായി എന്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. ഒരു വിഭാഗത്തെ മാത്രം അങ്ങനെ സംസാരിക്കരുത്. നിങ്ങൾ ഒരു മതേതരവാദി. ഞാൻ കേരളത്തിൽ LDF ഭരണകാലത്ത് കലാപങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന സാമുദായിക സംഘടനകളുടെ പ്രശംസ ആവർത്തിക്കുന്നുമുണ്ട് മന്ത്രി. അപ്പൊ വർഗീയതയോട് സമരസപ്പെട്ടു പോകുന്ന സമീപനം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നടക്കുന്നു, അല്ലെ വളർന്നു വരുന്നു എന്ന ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ വെച്ചത്. അത് ചർച്ച ചെയ്യപ്പെടാം. അത് ചർച്ച ചെയ്യണ്ട, ഇല്ലെങ്കിൽ ചർച്ച ചെയ്യണ്ട. അത് വേറൊരു വിധത്തിൽ ടെസ്റ്റ് ചെയ്യണ്ട. ഞാൻ ഏതെങ്കിലും ഞാൻ അങ്ങേറ്റം മതേതരവാദിയാണ്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനങ്ങൾക്കും മറുപടി പറയുന്നുണ്ട് സജി ചെറിയാൻ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യുന്നതാണല്ലോ ഇപ്പൊ അദ്ദേഹം പറയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പോലെ മതേതരവാദി ഇന്ത്യയിലുണ്ടോ? ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.